നമ്മളെപ്പോഴും പറയാറില്ലേ ആകാശമാണ് അതിർത്തി എന്ന്. പക്ഷേ ചിലർക്ക് ആകാശത്തിനും അപ്പുറം സ്വന്തം സ്വപ്നങ്ങളുടെ കൊടുമുടി കീഴടക്കണം. ഒരു സ്ത്രീക്കും ഓരോ അമ്മമാർക്കും സ്വപ്നം കാണുന്ന ഓരോ മനുഷ്യർക്കും പ്രചോദനമാകുന്ന ഒരു പേരാണ് ഇന്ന് നമ്മൾ അല്പം മുൻപ് കണ്ട റിപ്പോർട്ടിലെ സുഹറ. ധൈര്യവും ആത്മവിശ്വാസവും നിശ്ചയദാർഢ്യവും ഒക്കെ ഒന്നിച്ചു ചേർന്ന ഈ അതുല്യ യാത്രയെക്കുറിച്ച് നമുക്ക് കുറച്ചും കൂടി ആഴത്തിൽ അറിഞ്ഞാലോ? മഞ്ചേരി സ്വദേശിയായ സുഹറ സിറാജാണ് ഇന്ന് ലീഡേഴ്സ് മോർണിംഗിൽ എനിക്കൊപ്പം ഹലോ മലയാളത്തിലുള്ളത്. ഗുഡ് മോർണിംഗ് ശ്രീമതി സുഹറ, സ്വാഗതം ഹലോ മലയാളത്തിലേക്ക്. ഹലോ, ഗുഡ് മോർണിംഗ്. സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. മാത്രമല്ല ഇപ്പം സന്തോഷം ഇരട്ടിയായിട്ടുള്ള ഒരു മൊമെന്റും കൂടി ആയിരിക്കുമല്ലോ അല്ലേ? അതെ, വളരെയധികം സന്തോഷമുള്ളൊരു മൊമെൻ്റാണ്. ഓക്കെ, ഒരുപാട് നാൾ നീണ്ട കഠിന പ്രയത്നം, പരിശീലനം, അതിനൊക്കെയും ഒടുവിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു കൊടുമുടി കീഴടക്കി ഇറങ്ങുന്നു. അപ്പം ആ ഒരു മൊമെന്റിൽ എന്താ തോന്നുന്നത്, എന്തായിരുന്നു? ഏറ്റവും സന്തോഷമുള്ളൊരു മൊമെൻ്റ് ആയിരുന്നു. കാരണം ആ സമ്മറ്റിലേക്ക് അടുക്കുന്ന സമയത്ത് എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് ഗോഡ് എന്നുള്ളൊരു ഫീലിംഗ് ആയിരുന്നു. പിന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഉണ്ട്. അപ്പോൾ അവരോടുള്ള ഗ്രാറ്റിറ്റ്യൂഡ് മനസ്സിലുണ്ടായിരുന്നു. അറ്റ് ദ സെയിം ടൈം ഫാമിലി എത്രത്തോളം സന്തോഷിക്കുന്നുണ്ടെന്ന് അറിയാം. എസ്പെഷ്യലി കുട്ടികൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അപ്പോൾ ആ ഒരു സന്തോഷം എനിക്ക് മനസ്സിൽ വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് ഇമോഷൻസ് വന്നൊരു സമയമായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ചുറ്റും ലോകം ഭയങ്കര ചെറുതായിട്ട് കാണുന്ന ഒരു സമയം. ഏറ്റവും ടോപ്പിൽ നിന്ന് ബാക്കി ചുറ്റുള്ള 360 വ്യൂവിൽ നമ്മൾ കാണുന്നത് വളരെ ചെറിയ ലോകം, ചെറിയ മനുഷ്യന്മാരും. അപ്പം ഇതെല്ലാം ഒരുപാട് ഇമോഷൻസ്, ഒരുപാട് തോട്ട്സ് വരുന്ന ഒരു സമയമായിരുന്നു. അങ്ങനെ 20 മിനിറ്റോളം അവിടെ ഞാൻ സ്പെൻഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് തിരിച്ചിറങ്ങിയത്. ഓക്കെ ഓക്കെ. ഇപ്പം നമ്മൾ ഈ ഇൻസ്റ്റഗ്രാമിലൊക്കെ ബങ്കി ജമ്പൊക്കെ ഭയങ്കര വൈറലായിട്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോഴത്തേനും ഒന്ന് പോയാൽ കൊള്ളാം, ഒന്ന് ചാടിയാൽ കൊള്ളാം എന്നൊക്കെ ഒരു ആഗ്രഹമുണ്ട്. പക്ഷേ ഉയരത്തിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോഴത്തേക്കും ഒരു തലകറക്കമുണ്ട്. അപ്പോൾ ഇത്രയും ഉയരമുള്ള ഒന്നിൻ്റെ മുകളിൽ കയറുമ്പോൾ ഉള്ളൊരു അനുഭവം, ഈ ഒരു ആഗ്രഹം ആദ്യം തോന്നി തുടങ്ങിയത് എപ്പോൾ മുതലാണ്? ഇപ്പം എവറസ്റ്റ് കീഴടക്കണം അല്ലെങ്കിൽ ഒരു മൗണ്ടൈൻ കീഴടക്കണം അങ്ങനെയൊക്കെ ഒരു ആഗ്രഹം തോന്നി തുടങ്ങിയത് എപ്പോഴായിരുന്നു? ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മൗണ്ടൻസിനല്ല നമ്മൾ കീഴടക്കുന്നത്. നമ്മൾ സ്വന്തമായിട്ട് നമ്മൾ ആലോചിച്ച് വെച്ച് നമുക്കത് ചെയ്യാൻ പറ്റുമോ, നമ്മളുടെ കുറേ സെൽഫ് ഡൗട്ട്സ്, നമ്മളുടെ കുറേ ചാലഞ്ചസ്, ഇങ്ങനത്തെ കാര്യങ്ങളെയാണ് നമ്മൾ മെൻ്റലി നമ്മൾ കീഴടക്കുകയാണ്. അതല്ലാണ്ട് നമ്മൾ ഫിസിക്കലി ഒരു മൗണ്ടനെ നമ്മൾ കീഴടക്കുന്നില്ല. എല്ലാം നമ്മുടെ ഉള്ളിലുള്ള ഒരു എന്താ പറയുക, ഒരുപാട് സെൽഫ് ഡൗട്ട്സ് ഉണ്ട്. നമ്മൾ വളർന്നു വന്ന സാഹചര്യം, ബാക്കിയുള്ള സിറ്റുവേഷൻസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരുപാട് തോട്ട്സും ഇങ്ങനത്തെ കാര്യങ്ങളെയാണ് നമ്മൾ കീഴടക്കുന്നത്. പിന്നെ ഇത് എപ്പോൾ വന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ 2021 ഫസ്റ്റ് ടൈം ബേസ് ക്യാമ്പിൽ കാലാപ്പത്തർ എന്നുള്ളൊരു പോയിന്റിൽ നിന്നാണ് എനിക്ക് ഈ ഒരു തോട്ട് വന്നത്. അവിടുന്ന് ഒരു ഫസ്റ്റ് സൺറൈസ് കണ്ടപ്പോഴാണ് ഇങ്ങനെ തോന്നി തുടങ്ങിയത്. കുറച്ചും കൂടെ ഹൈറ്റിൽ കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എവറസ്റ്റിൻ്റെ മുകളിലുള്ള സൺറൈസ് എന്ന് പറയുന്നത് ഭയങ്കര ഭംഗിയായിരിക്കും എന്ന് എനിക്ക് കണ്ടപ്പോൾ മനസ്സിലായി. കാരണം അത്രയും ഭംഗിയുള്ള സൺറൈസാണ് ഞാനന്ന് കണ്ടത്. പിന്നെ അത് പോരാതെ മൗണ്ടനിയറിങ് എന്നുള്ളൊരു സ്പോർട്ടിനോടുള്ള ഒരു ഇൻട്രസ്റ്റ്, അതാണ് ഒരു സെക്കൻഡ് തിങ് ആയിട്ട് വന്നത്. കാരണം ടെക്നിക്കൽ ക്ലൈംബിംഗ് എന്ന് പറയുന്നത് ഒരുപാട് സ്കിൽസ് നമ്മൾ പഠിച്ച് ചെയ്യേണ്ട കാര്യമാണ്. അപ്പം അത് ഫസ്റ്റ് ടൈം ട്രൈ ചെയ്തപ്പോൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. അപ്പോൾ മനസ്സിലായത് എനിക്ക് കുറച്ചും കൂടെ അത് ഇമ്പ്രൂവ് ചെയ്ത് നന്നായിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് വന്നു. എൻ്റെ കൂടെ വന്ന ഗൈഡാണെങ്കിലും പറഞ്ഞു സ്കിൽസ് നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യാം, ഒരുപാട് ദൂരം ഇനിയും പോകാനുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഭയങ്കര ഒരു കോൺഫിഡൻസ് ഉള്ളൊരു വാക്കുകളായിരുന്നു. അതിനുശേഷമാണ് പിന്നെ കുറച്ചും കൂടെ ട്രെയിനിങ് അതല്ലെങ്കിൽ കുറച്ചും കൂടെ ക്ലൈംബ്സ് ചെയ്തത്. അത് ലഡാക്കിൽ നേപ്പാളിൽ നിന്നുമാണ് മോസ്റ്റ്ലി ചെയ്തത്. അപ്പം ഇത്രയും എക്സ്പീരിയൻസ് ആണ് എവറസ്റ്റിന് ബെനിഫിഷ്യൽ ആയത്. കാരണം ഒരു എവറസ്റ്റ് എന്നുള്ള ഒരു മേജർ പ്രോജക്റ്റ് എടുക്കുമ്പോൾ നമുക്കതിൽ ഏറ്റവും കൂടുതൽ വേണ്ടത് ഒരുപാട് മൗണ്ടൻസിൻ്റെ എക്സ്പീരിയൻസ് ആണ്. പല രീതിയിൽ, ലൈക്ക് ടെക്നിക്കൽ ക്ലൈംബിങ്ങിലാണെങ്കിലും ചാലഞ്ചസ് വരുമ്പോഴും
ആ ഹാ ഹാ ഇത്രയും പറഞ്ഞു. പക്ഷെ ഞാൻ നിൽക്കുന്നത് ആ ആദ്യത്തെ പോയിന്റിലാണ്. ബിക്കോസ് നമ്മൾ കീഴടക്കേണ്ടത് നമ്മുടെ ഉള്ളിലുള്ള ഭയത്തെ അതിനെയൊക്കെ അങ്ങ് മാറ്റി വെക്കണം. അങ്ങനെ വേണം തുടങ്ങാൻ. അല്ലെ മൗണ്ടൻസ് അല്ല കീഴടക്കുക എന്നുള്ളതാണ്. ഞാൻ ഈ തുടക്കത്തിൽ പറഞ്ഞ പോലെ എനിക്ക് ബങ്കി ജമ്പൊക്കെ ചെയ്യണമെന്നുണ്ട്. പക്ഷേ ഉള്ളിലെ പേടി അതങ്ങോട്ട് മാറുന്നില്ല. സീരിയസ്ലി അതാണ് നമ്മൾ ആദ്യം മാറ്റേണ്ടത്. ശ്രീമതി സുഹറ, ഇപ്പം ഈ യാത്ര എങ്ങനെയായിരുന്നു ഇവിടുന്ന് തുടങ്ങിയത് മുതൽ? പേടി എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് സ്റ്റോപ്പ് ചെയ്യുന്ന ഞാൻ പറയായിരുന്നു. പേടി എന്ന് പറയുന്നത് നമ്മളെ ഒരുപാട് കാര്യങ്ങൾ സ്റ്റോപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ആ ഒരു ഇമോഷൻസിനെ എങ്ങനെ ഓവർകം ചെയ്യാന്നുള്ളതാണ് നമുക്ക് ആദ്യം അറിയേണ്ടത്. അപ്പോൾ അതിനുള്ള മേ ബി ലൈക്ക് ഒരു സ്ലോ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു എവിടെയെങ്കിലും ബിഗിൻ സംവെയർ എവിടെയെങ്കിലും സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് പിന്നെ ആ ഒരു പ്രോസസ്സ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ പേടിയല്ല ബാക്കിയെല്ലാ കാര്യങ്ങളെല്ലാം വഴി മാറി നമ്മളെ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ. അങ്ങനെ തന്നെ ആയിരിക്കും. ശ്രീമതി സുഹറ, ഇപ്പം ഇതിന് ഒരു യാത്ര എങ്ങനെയായിരുന്നു? എവിടെ നിന്നാണ് തുടങ്ങിയത്? പിന്നെ ആ ബേസ് ക്യാമ്പ് വരെയും അവിടെ നിന്ന് അങ്ങോട്ടും മൊത്തത്തിൽ ആ ഒരു യാത്ര എങ്ങനെയായിരുന്നു? അതെ, ഈ യാത്ര 43 ദിവസത്തെ യാത്രയായിരുന്നു. 10-ാം തീയതിയാണ്, ഏപ്രിൽ 10-നാണ് യാത്ര തുടങ്ങിയത് ബാംഗ്ലൂരിൽ നിന്ന് കാഠ്മണ്ഡുവിലോട്ട്. അതിനുശേഷം പിന്നെ 19-ാം തീയതിയാണ് ബേസ് ക്യാമ്പിലെത്തുന്നത്. 8 ദിവസത്തെ ട്രെക്കിങ്ങിന് ശേഷമാണ് നമ്മൾ ബേസ് ക്യാമ്പിലെത്തുന്നത്. അപ്പോൾ ബേസ് ക്യാമ്പിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ദിവസങ്ങൾ നമുക്ക് ട്രെയിനിങ് ഉണ്ടാവും. ട്രെയിനിങ് എന്ന് പറയുന്നത് ഐസ് ഫോൾ ട്രെയിനിങ് ആയിരിക്കും. അപ്പോൾ ഐസ് ക്ലൈമ്പിംഗ്, പിന്നെ അതുപോലെ ബാക്കിയുള്ള ടെക്നിക്സ് എല്ലാം നമ്മളൊന്ന് ബ്രഷ് അപ്പ് ചെയ്യണം. പിന്നെ കുംബു ഗ്ലേഷ്യർ എന്നുള്ള ഒരു ഗ്ലേഷ്യർ ക്രോസ് ചെയ്തിട്ടാണ് നമ്മൾ ഹയർ ക്യാമ്പ്സിലോട്ട് പോകുന്നത്. അപ്പോൾ ഈ കുംബു ഗ്ലേഷ്യറിൽ ലോങ് ലാഡേഴ്സ് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇതെങ്ങനെ ക്രോസ് ചെയ്യുക എന്നുള്ള ട്രെയിനിങ്ങും നമുക്ക് ബേസ് ക്യാമ്പിൽ നിന്നാണ് കിട്ടുന്നത്. ബേസ് ക്യാമ്പിൽ ഒരു സൈഡിൽ വലിയ ഗ്ലേഷ്യർ ഉണ്ട്. ആ സൈഡിൽ പോയിട്ടാണ് നമ്മൾ ഇതെല്ലാം ട്രെയിൻ ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ എൻഡ്യൂറൻസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ലോങ്ങർ ഹൈക്സ് ചെയ്യും. പിന്നെ ഈ പോകുന്ന കുംബു ഗ്ലേഷ്യറിൻ്റെ പകുതി വഴി തന്നെ ആ റൂട്ട് ഫെമിലിയറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 1-2 തവണ ആ ഒരു സെയിം റൂട്ടിലൂടെ നമ്മൾ യാത്ര ചെയ്യും. അങ്ങനെ മൾട്ടിപ്പിൾ ട്രെയിനിങ് ആണ് നമ്മൾ ബേസ് ക്യാമ്പിൽ നിന്ന് ചെയ്യുന്നത്. അതിനുശേഷമാണ് നമ്മൾ ഒരു അക്ലമറ്റൈസേഷൻ ട്രെക്ക് ഉണ്ട്, അത് റൊട്ടേഷൻ എന്ന് പറയും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മേജർ പ്രോസസ്സ്. ബേസ് ക്യാമ്പിൽ നിന്ന് നമ്മളൊരു ക്യാമ്പ് 3 7100 മീറ്റർ വരെ പോയി ക്ലൈം ഹൈ സ്ലീപ്പ് ലോ എന്നാണ് ആ ഒരു മെത്തേഡ്. അതെന്തിനാന്ന് വെച്ചാൽ നമ്മളെ ബോഡിയിൽ കൂടുതൽ റെഡ് ബ്ലഡ് സെൽസ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയാണ് നമ്മുടെ ബോഡി ഹയർ ഓൾട്ടിറ്റ്യൂഡിനോട് അക്ലമറ്റൈസ് ആവുന്നത്. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ റൊട്ടേഷൻ ചെയ്യും. അത് കഴിഞ്ഞ് നമ്മൾ സമ്മിറ്റ് വിൻഡോ, നല്ലൊരു വെതർ വിൻഡോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും. അങ്ങനെയാണ് 20-ാം തീയതി നല്ല വെതർ വിൻഡോ ആണെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ടീം 15-ാം തീയതിയാണ് പുഷ് ചെയ്തത്. 5 ദിവസത്തെ പുഷാണ് ബേസ് ക്യാമ്പിൽ നിന്ന്. ഫസ്റ്റ് നമ്മൾ ക്യാമ്പ് 1 ക്യാമ്പ് 2-ലെത്തും ഫസ്റ്റ് ഡേ. അത് കഴിഞ്ഞ് അവിടെ ഒരു ദിവസം സ്റ്റേ ചെയ്ത് അത് കഴിഞ്ഞ് ക്യാമ്പ് 3-ൽ ഒരു ദിവസം സ്റ്റേ ചെയ്യും. അത് കഴിഞ്ഞ് ക്യാമ്പ് 4-ലേക്ക് എത്തും. ക്യാമ്പ് 4-ൽ നിന്ന് അന്ന് രാത്രിയാണ് നമ്മൾ സമ്മിറ്റ് പുഷ്, ഫൈനൽ പുഷിന് ചെയ്യുന്നത്. അങ്ങനെ 5 ദിവസം എടുക്കും. 5-ാമത്തെ ദിവസം രാവിലെയാണ് നമ്മൾ എത്തുന്നത് സമ്മിറ്റിൽ. അപ്പോൾ ഇതൊരു ലോങ് പ്രോസസ്സാണ്. 43 ദിവസത്തെ ലോങ് എക്സ്പെഡീഷനാണ്. ഐഡിയലി 45 to 50 ദിവസം വരെ നീളാം. നമുക്ക് കിട്ടുന്ന വെതർ വിൻഡോനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എത്രത്തോളം ഏർലി ആണെന്നുള്ളത്. പക്ഷേ ഒരു വർഷം എവറസ്റ്റ് സബ്മിറ്റ് ചെയ്യാനുള്ള വെതർ വിൻഡോ എന്ന് പറയുന്നത് മാക്സിമം 4-5 ദിവസം വരും. ഞങ്ങളെ ഗ്രൂപ്പിൽ 28 പേരായിരുന്നു, ഞങ്ങളെ എക്സ്പെഡീഷൻ ഗ്രൂപ്പിൽ. അതുപോലെ മൊത്തത്തിൽ ഈ വർഷം ക്ലൈംബ് ചെയ്യാൻ വന്ന ആൾക്കാരുടെ പെർമിറ്റിൻ്റെ എണ്ണം 496 അതിൽ ഞാൻ സബ്മിറ്റ് ചെയ്ത ദിവസം റെക്കോർഡ് സബ്മിറ്റ് ഉള്ള ദിവസമായിരുന്നു. 274 പേര് സബ്മിറ്റ് ചെയ്ത ദിവസമാണ് മെയ് 20. അന്നാണ് ഞാൻ സബ്മിറ്റ് ചെയ്തത്. ഓക്കെ. ഈ എവറസ്റ്റ് കീഴടക്കുന്ന 3ാമത്തെ വനിതയാണ്. അപ്പം ആ ഒരു റെക്കോർഡിലേക്കൊക്കെ വരുന്ന സമയത്ത് സന്തോഷം എന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും എഫേർട്ട് ഇടുന്നുണ്ട് ഇതിന്, അതെല്ലാം ഫലം കണ്ടു. അതിനൊപ്പം ഒരു സ്വപ്നത്തിൻ്റെ ഒരു സാക്ഷാത്കാരം കൂടിയാണല്ലോ. അപ്പം ആ ഒരു മൊമെന്റ്സ് ഒക്കെ എങ്ങനെയായിരുന്നു? അതിനെ ആദ്യം ഉൾക്കൊള്ളാനൊക്കെ ഒരു പ്രയാസം ഉണ്ടായിരുന്നോ? എങ്ങനെയായിരുന്നു? ഒരുപാട് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. കോൺഫിഡൻസ് എന്ന് വെച്ചാൽ ഒരു എക്സ്പീരിയൻസ് കാരണം, പിന്നെ അതുപോലെ ടീം നല്ല സ്ട്രോങ് ആയിരുന്നു. പിന്നെ എൻ്റെ കൂടെ വന്ന ഷെർപ്പ, നമ്മുടെ കൂടെ വരുന്ന ഷെർപ്പയാണ് ഏറ്റവും ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആള്. കാരണം അവരുടെ ആ ഒരു ഗൈഡൻസിനനുസരിച്ചിട്ടാണ് നമ്മൾ ഓരോ സ്റ്റെപ്പും വെക്കുന്നത്. അപ്പോൾ
കൂടെ വന്ന ഗൈഡ് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഗൈഡായിരുന്നു. അപ്പോൾ അവരുടെ കോൺഫിഡൻസും എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് കൂട്ടി. പിന്നെ നമുക്ക് അനുകൂലമായിട്ടുള്ള കാലാവസ്ഥയായിരുന്നു. 20-ാം തീയതി നല്ല വെതർ എന്ന് പറഞ്ഞത് ഞങ്ങൾ ശരിക്കും എക്സ്പീരിയൻസ് ചെയ്തു. സാധാരണ രീതിയിൽ ഉണ്ടാകുന്ന ഒരു കാറ്റോ അങ്ങനത്തെ ഒന്നും ഉണ്ടായിരുന്നില്ല. 20-ാം തീയതി വളരെ നല്ല വെതറായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരുപാട് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നപ്പോൾ നമ്മൾ വിചാരിച്ച അത്രയും ചാലഞ്ചിങ് ആയിരുന്നില്ല. എക്സെപ്റ്റ് ഈ 274 പേരുടെ ട്രാഫിക് എന്ന് പറയുന്നത് വലിയൊരു ചാലഞ്ചായിരുന്നു. കുറേ ടെക്നിക്കൽ സെക്ഷനിൽ, എസ്പെഷ്യലി ഹിലാരി സ്റ്റെപ്പിൽ ഒരു സൈഡ് തന്നെ 2 മണിക്കൂർ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ അതൊക്കെ കുറച്ചൊരു ചാലഞ്ചിങ് ആയിരുന്നു. അതർവൈസ് ബാക്കിയെല്ലാം ഓക്കെ ആയിരുന്നു. ലക്കിലി ഗോഡ്സ് ഗ്രേസ് എല്ലാം നന്നായിട്ട് തന്നെ പോയി. നമ്മൾ ഈ മുകളിൽ എത്തുമ്പോൾ കാണുന്ന ഒരു കാഴ്ചയുണ്ടല്ലോ, അതായത് ഏറ്റവും വലിയൊരു കൊടുമുടിക്ക് മുകളിൽ നമ്മൾ നടന്നു കയറി ഒരു വലിയൊരു ഡ്രീം അച്ചീവ് ചെയ്തു, അതിനുശേഷം ലോകത്തെ കാണുന്നു. അപ്പോൾ എന്താ തോന്നി ആ സമയത്ത്? ആ സമയത്ത് ഭൂമി നല്ല ഭംഗിയായിട്ട് തോന്നി. അതുപോലെ ബാക്കിയുള്ള ചുറ്റുള്ള ലോകവും ആൾക്കാരെല്ലാം വളരെ ചെറുതായിട്ട് തോന്നി. അപ്പം നമ്മൾ ഈ ഒരുപാട് പേര് ക്യൂല് കാണുന്നുണ്ടായിരുന്നു എൻ്റെ ബാക്കില്. പറഞ്ഞോളൂ. ഒരുപാട് പേര് ക്യൂലുണ്ടായിരുന്നു. ഈ 274 പേരുടെ ഒരു വലിയ ക്യൂ തന്നെ ആയിരുന്നു. പിന്നെ ഇത്രയും ഹ്യൂജ് മൗണ്ടനിൽ ഇത്രയും പേര് കയറി വരുന്നത് കാണാനുള്ളൊരു ഭംഗി, പിന്നെ ചുറ്റുള്ള ലോകം എന്ന് പറയുന്നത് താഴെയാണ്. നമുക്ക് താഴേക്ക് നോക്കണം, നേരെ പോലും അല്ല, താഴേക്ക് നോക്കണം. താഴേക്ക് നോക്കുമ്പോൾ എല്ലാം വളരെ ചെറുതായിട്ട് കാണും. അതുപോലെ തന്നെ ആ സൺറൈസ്, ഒരുപാട് നാളത്തെ ആഗ്രഹിച്ച ആ സൺറൈസ്, ഭൂമിയിൽ ആദ്യമായിട്ട് പതിക്കുന്ന സൂര്യകിരണങ്ങൾ എന്നൊക്കെ പറയാം. അപ്പോൾ അത് റിഫ്ലക്റ്റ് ചെയ്യുന്നത് മൗണ്ടനിൽ വന്നിട്ട്, എവറസ്റ്റിൽ വന്നിട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്നത്, പിന്നെ സ്കൈ ഓറഞ്ച് കളർ ആവുന്നത്, അങ്ങനെ ഒരുപാട് കാഴ്ചകൾ ഉണ്ടായിരുന്നു കാണാൻ. അത് കണ്ടു. അതിൻ്റെ കൂടെ തന്നെ ചുറ്റും താഴെ എത്ര ചെറുതാണെന്ന് കണ്ടു. ആ ചെറിയ ക്യൂവിൽ നമ്മൾ ഉറുമ്പ് സഞ്ചരിക്കുന്ന പോലെ നമുക്ക് അത്രയും ചെറുതായിട്ടുള്ള മനുഷ്യന്മാരെ കണ്ടു. അപ്പോൾ ലോകം ഇത്ര വലുതാണെന്നുണ്ടെങ്കിലും നമ്മളൊക്കെ എത്ര ചെറുതാണെന്നുള്ളത് ശരിക്കും അവിടുന്ന് കാണാൻ പറ്റും. ഒരു തിരിച്ചറിവും കൂടി. ഇതിന് നമുക്കൊരു ഡയറ്റ് ഒക്കെ ഉണ്ടോ ഈ സമയത്ത്? ഇപ്പം വലിയൊരു പ്രോസസ്സാണല്ലോ, അപ്പോൾ അതിലേക്ക് പോകുമ്പോൾ ഡയറ്റ് പ്ലാൻ ഒക്കെ എങ്ങനെയായിരുന്നു? സമ്മിറ്റ് പുഷിന് മേജർലി നമ്മൾ ഫ്യൂവലിംഗ് എന്ന് പറയുന്നത് നമ്മളെ ഹൈഡ്രേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഹൈഡ്രേഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള ഹെൽത്ത് ഇഷ്യൂസ് വരാൻ ചാൻസ് ഉണ്ട്. ഫ്രോസ് ബൈറ്റ് പോലെയുള്ള ഇഷ്യൂസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഹൈഡ്രേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ നമുക്ക് വേണ്ട എന്താ പറയുക, ന്യൂട്രിയൻസ് നമ്മളെ ബോഡിയിലേക്ക് വരണം. അപ്പോൾ അതിന് യൂഷ്വലി എല്ലാവരും സപ്ലിമെൻറ്റ്സ് യൂസ് ചെയ്യും. ഭക്ഷണം വളരെ നല്ലതായിരുന്നു. ക്യാമ്പ് 2 വരെ നമുക്ക് കുക്ക്ഡ് ഫുഡ് കിട്ടും, നമുക്ക് വേണ്ട രീതിയിലുള്ള കുക്ക്ഡ് ഫുഡ് കിട്ടും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇൻസ്റ്റൻറ്റ് ഫുഡാണ് ഹയർ ക്യാമ്പിലോട്ടും ക്യാമ്പ് 3ലോട്ടും ക്യാമ്പ് 4ലോട്ടും നമ്മൾ ഇൻസ്റ്റൻറ്റ് ഫുഡാണ് യൂസ് ചെയ്യുക. അത് ഹീറ്റ് ചെയ്തിട്ട് കഴിക്കുക ചെയ്യുക. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ബാക്കി ന്യൂട്രിയൻസ് മാനേജ് ചെയ്യാൻ നമ്മൾ സപ്ലിമെൻറ്റ്സ് യൂസ് ചെയ്യും. പിന്നെ അതുപോലെ ഞാൻ ജെൽസ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ജെൽസ് എന്ന് പറയുമ്പോൾ കൂടുതൽ നമുക്ക് ഒരുപാട് എൻഡ്യൂറൻസ് വേണമെന്നുണ്ടെങ്കിൽ ഒരുപാട് കാർബ്സ് വേണം. അപ്പോൾ അതിന് സ്പോർട്സ് ജെൽസ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഹയർ ക്യാമ്പ്സിൽ യൂസ് ചെയ്യുന്നത്. അതല്ലെങ്കിൽ നമുക്ക് ബേസ് ക്യാമ്പിലും ബാക്കി ക്യാമ്പ് 2 വരെ നല്ല നമുക്ക് വേണ്ട രീതിയിലുള്ള ഫുഡ് അവൈലബിൾ ആണ്. ഓക്കെ. ഇപ്പോൾ കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്ന് കുടുംബത്തിൻ്റെ സപ്പോർട്ട് വളരെ വലുതാണ് ഈ ഘട്ടത്തിൽ നിന്ന് എനിക്കറിയാം. ബിക്കോസ് ഇപ്പം നമ്മളൊരു ഫാമിലി ആയിട്ടൊക്കെ നിൽക്കുന്ന സമയത്തും 2 കുട്ടികളുണ്ട്. അപ്പം അവരുടെ കാര്യം പിന്നെ മാത്രമല്ല മുഴുവൻ ഒരു വലിയ ഫാമിലി ആയിരിക്കുമല്ലോ. അപ്പം ആ സപ്പോർട്ട് എങ്ങനെയായിരുന്നു? സപ്പോർട്ട് വളരെയധികം ഉണ്ടായിരുന്നു. ആ ഒരു സപ്പോർട്ടും കൂടെയാണ് എൻ്റെ ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത്. കാരണം കുട്ടികളാണെങ്കിലും ഇപ്പം നേരത്തെ കുട്ടികളുടെ കാര്യം പറഞ്ഞു. കുട്ടികൾ എന്ന് വെച്ചാൽ കുട്ടികൾ ചെറുപ്പം മുതലേ ഞാൻ ഔട്ട്ഡോറിൽ ആക്റ്റീവായിട്ടാണ് കണ്ടിട്ടുള്ളത്. അവർക്ക് എപ്പോഴും ഞാൻ റൺ ചെയ്യാൻ പോകുന്നത് കാണുന്നുണ്ട്, ക്ലൈംബ് ചെയ്യാൻ പോകുന്നത് കാണുന്നുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇത് കുറച്ച് നോർമലാണ് എൻ്റെ ആക്ടിവിറ്റീസ്. അപ്പോൾ ഞാൻ ഒരു 2 ആഴ്ച അല്ലെങ്കിൽ 3 ആഴ്ച ക്ലൈംബിന് പോവുക എന്ന് പറയുന്നത് ഞാനത് പറയുമ്പോൾ തന്നെ അവർ മെൻ്റലി പ്രിപ്പയർഡാണ്. പിന്നെ അവർ മേ ബി അത് ചെറുപ്പം മുതലേ കണ്ട് വളർന്നതുകൊണ്ടായിരിക്കണം അവരും ഭയങ്കര പ്രൗഡാണ്. അവർ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. എൻ്റെ സമ്മിറ്റിൻ്റെ തലേദിവസം അല്ലെങ്കിൽ ആ 2 ദിവസം മുന്നേക്കുള്ള സമയങ്ങളിൽ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. പിന്നെ
എൻ്റെ സമ്മിറ്റ് അറിഞ്ഞ സമയമുള്ള ഞാൻ അവരുടെ വീഡിയോ ഒക്കെ കണ്ടു. അതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇമോഷൻസ് വരുന്നൊരു സമയമാണ്. കാരണം അവരുടെ ആ ഒരു എക്സൈറ്റ്മെൻറ്റ്, അവരുടെ സന്തോഷമൊക്കെ മുഖത്ത് കാണാം. ഫാമിലിയുടെ മൊത്തം, ഹസ്ബൻഡാണെങ്കിലും കുട്ടികളാണെങ്കിലും. അപ്പോൾ അവരൊക്കെ ഒരുപാട് നാളും കാത്തിരുന്ന ഒരു സമ്മിറ്റാണ് ഇപ്പോൾ ഈ മെയ് 20 സംഭവിച്ചത്. അപ്പോൾ എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ്. ഇപ്പം എവറസ്റ്റും കീഴടക്കി, ഇനിയിപ്പം അടുത്ത ലക്ഷ്യം എന്താണ്? 7 കോണ്ടിനെൻറ്റിൻ്റെ ഒരു പ്ലാൻ ഉണ്ട്. 7 കോണ്ടിനെൻറ്റ് 7 സമ്മിറ്റ് എന്നുള്ളൊരു പ്ലാൻ ഉണ്ട്. പിന്നെ എവറസ്റ്റ് കയറിയപ്പോഴാണ് തൊട്ടടുത്തുള്ള ബാക്കി 8000 ഒക്കെ കാണുമ്പോൾ അതിലോട്ടുള്ളൊരു ആഗ്രഹം വരുന്നത്. അപ്പോൾ ഒന്നും തീരുമാനിച്ചിട്ടില്ല, എപ്പോഴാണ് ചെയ്യേണ്ടത്, അങ്ങനത്തെ കാര്യങ്ങളൊന്നും തീരുമാനിച്ചിട്ടില്ല. പക്ഷേ ഇനിയും ഒരുപാട് മൗണ്ടൻസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഓക്കെ, അപ്പം ആഗ്രഹങ്ങളൊക്കെ നടക്കട്ടെ. ഇപ്പം ഈ വർഷം എന്താണെങ്കിലും ഒരു വലിയ റെക്കോർഡ് ഇട്ടു, ഒരു വലിയ സന്തോഷവും അഭിമാനവും ഒക്കെ ഉണ്ട്. അപ്പോൾ അത് മറ്റ് കാര്യങ്ങളൊക്കെ ഇനിയും നടക്കട്ടെ, ആഗ്രഹങ്ങളൊക്കെ സഫലമാവട്ടെ. ഇപ്പോൾ ഒരുപാട് സന്തോഷം ഞങ്ങൾക്കിപ്പം ജോയിൻ ചെയ്തതിനും ആ യാത്രയുടെ അനുഭവം പങ്കുവച്ചതിനും. മാത്രമല്ല ഞാൻ ഉൾപ്പെടെ ഞങ്ങളുടെ പ്രേക്ഷകരൊക്കെയും ഇപ്പം ഹൈലി മോട്ടിവേറ്റഡ് ആണ്. അപ്പോൾ അതിനൊരു സ്പെഷ്യൽ താങ്ക്സ് കൂടി. താങ്ക് യു സോ മച്ച്. ഇങ്ങനെ ഒരു വേദി തന്നതിൽ ഒരുപാട് നന്ദി. ഓക്കെ, അപ്പോൾ താങ്ക് യു ആൻഡ് ഓൾ ദി ബെസ്റ്റ്.